Every day twice देगा अब एलो ब्रो ഉച്ചശീവേലിയാണ് കേട്ടോ. ശരിക്കും കാണാൻ പറ്റും. ഇവിടെ 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 ഉച്ചശീവേലിയാണ് കേട്ടോ. തൊഴുതോളും. ഓം ശ്രീ മാത്രേ നമഃ. മൂകാംബിക ദേവിയുടെ എല്ലാ വിശേഷങ്ങളും ഇതുപോലെ ഇങ്ങനെ വീട്ടിലിരുന്നോണ്ട് കാണാൻ പറ്റുമെന്ന് പറയുന്നത് അമ്മയുടെ വലിയ അനുഗ്രഹമല്ലേ. പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും.
കാൽക്കൽ കിടന്നുകൊണ്ട് പ്രദക്ഷിണം വെക്കുന്നത് അനുഗ്രഹമാണ്. ഗുരുവായൂർ മഞ്ചരീസിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും അല്ലേ, മൂകാംബികയിൽ നിന്നുകൊണ്ട് അമ്മയുടെ ദർശനം ഇത്രയും ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, അതും ലൈവായിട്ട് അമ്മയെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാരുണ്യം തന്നെയാണ്. ഭഗവതി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഭഗവതിയുടെ കാരുണ്യം നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാവും കേട്ടോ. സന്തോഷമായില്ലേ? ഇത്രയൊക്കെ എന്നെ കൊണ്ട് ചെയ്തുതരാൻ പറ്റൂ. ഇത്രയൊക്കെയാണ് എനിക്ക് ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ, ശ്രീ മാധവയുടെ നാമത്തിൽ എനിക്ക് ചെയ്തുതരാൻ പറ്റുന്നത്. ആ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മ ദേവി തരട്ടെ. അതും നവരാത്രി ദിവസങ്ങളിലാണ് നിങ്ങൾ അമ്മയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശിവേലി ദിവസം, ശിവേലി സമയം, ദീപാരാധന എന്നൊക്കെ പറയുന്നത് വളരെ ശ്രേയസ്കരമാണ്. അമ്മ വരുന്നുണ്ടേ. സന്തോഷമല്ലേ? സന്തോഷമാണോ അല്ലേ? ഈ നിമിഷം വളരെ ശ്രേയസ്കരമാണ് അല്ലേ? പക്ഷേ ഈ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ ഇവിടെ നമുക്ക് വന്നാൽ പോലും ഇത്രയും അല്ലേ ഇങ്ങനെ കാണാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ ഗുരുവായൂർ മഞ്ചരീസ് കുടുംബങ്ങളിങ്ങനെ ദൂരെ കേരളത്തിലും അവിടെ ഇവിടെയൊക്കെ നിന്നുകൊണ്ട് ഇങ്ങനെ കാണുകയാണ്. അയ്യോ, മെസ്സേജിൻ്റെ കാര്യമൊന്നും ഇതിലിടണ്ട, അതൊക്കെ മഞ്ചരീസിലിട്ട് വെച്ചാൽ മതി, എന്നെ ഓർമ്മപ്പെടുത്തണ്ട. കുറേ മെസ്സേജ് ഉണ്ട്. ഞാനിപ്പോൾ കംപ്ലീറ്റ് ഇവിടെ ഇരുന്ന് ജപിക്കുകയും വായിക്കുകയും ചെയ്യുന്ന സമയമാണ്. മെസ്സേജ് എല്ലാം ദിവ്യമാതാജി നോക്കിക്കോളും, അതേക്കുറിച്ചൊന്നും ടെൻഷൻ വേണ്ട. അതുകൊണ്ടാണ് മെസ്സേജ് ഇട്ട് വെക്കാൻ പറയുന്നത്. ഓക്കെ, ഈ സമയം അമ്മയെ നോക്കുക, അമ്മയെ കാണുക, അമ്മയോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ലൈവായിട്ടാണ് സാക്ഷാൽ മൂകാംബിക ആദിപരാശക്തി ജഗദംബികയെ ഞാൻ നേരിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യുക ആ സമയം കേട്ടോ. ബാക്കിയെല്ലാം നെക്സ്റ്റ്, അതൊക്കെ മെസ്സേജൊക്കെ അതിൽ കിടന്നോട്ടെ, ഞാൻ നോക്കിക്കോളാം, ഓർമ്മപ്പെടുത്തണ്ട. നിങ്ങളുടെ എല്ലാ ആകുലതകളും അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കൂ.
നോക്കി ഞാനിനി എൻ്റെ പഴയ സ്ഥലത്തെത്തി. എൻ്റെ സ്ഥലം ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല. ഹരേ കൃഷ്ണ. എല്ലാവരും ഹാപ്പിയായോ? അമ്മേ ഭഗവതി ദേവി എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ഭഗവതി നിങ്ങളുടെ കൂടെയുണ്ട്, ഒന്നും ടെൻഷനില്ല. ഓക്കെ, ലാലി മാതാജി. പിന്നെ തീർച്ചയായിട്ടും ശിവദാസ് പ്രഭു, ഇത് തന്നെ അമ്മ നൽകിയ വലിയൊരു കാരുണ്യമാണ്. നമുക്ക് ഗുരുവായൂർ മഞ്ജരീസ് കുടുംബ കൂട്ടായ്മയ്ക്ക് മഞ്ജരീസിൻ്റെ പേജിലൂടെ ലൈവ് കാണാൻ സാധിക്കുമെന്ന് പറയുന്നത്. ഗുരുവായൂർ മഞ്ജരീസിലേക്ക് ആർക്കെങ്കിലും അംഗമാവാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ക്ലാസ്സുകളും എല്ലാം ഫ്രീ ആണ്. അപ്പം അത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ 93 42 49 49 41 എന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് തന്നാൽ മതി. ഫേസ്ബുക്കിൽ എല്ലാവരും ഫോളോ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ വരുന്ന ലൈവ്, ഒരുപക്ഷെ എനിക്ക് മുൻകൂട്ടി ലൈവ് എന്ന് പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ലൈവ് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അതുകൊണ്ടാണ് ഞാനത് ഫോളോ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കാൻ പറയുന്നത്. യൂട്യൂബിലും നമുക്ക് ഗുരുവായൂർ മഞ്ജരീസ് എന്ന ചാനലുണ്ട്. ഹിന്ദുയിസം എന്ന് പറയുന്ന ഗ്രൂപ്പിലും നമ്മുടെ ചാനൽ പോകുന്നുണ്ട്, ക്ലാസ്സുകളൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഉടുപ്പിയിലെ വിശേഷങ്ങൾ, ശൃംഗേരിയിലെ വിശേഷങ്ങളെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം അമ്മയുടെ കാരുണ്യം എല്ലാവരിലും എത്തിക്കുക. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സാക്ഷാൽ ജഗദംബികയുടെ കാരുണ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ ശിവേലിയെല്ലാം കണ്ടു തൊഴുതു. അമ്മ അകത്ത് കയറി. ഇനി കുറച്ച് ജപം കഴിഞ്ഞ് പ്രസാദം കഴിച്ചിട്ട് നമ്മൾ പോകും. തിരിച്ച് 3 മണിക്ക് വീണ്ടും വരും. ഓക്കെ, ഹരേ കൃഷ്ണ. എല്ലാവരും നിങ്ങളുടെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്തു. അമ്മയുടെ അനുഗ്രഹം ഈ ദിവസങ്ങളിൽ കിട്ടട്ടെ. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും വാട്സപ്പിലേക്കും പേജിലേക്കും ഒക്കെ ഇട്ട് കൊടുക്കൂ. ആരൊക്കെ കാണുന്നു കാണുന്നില്ല എന്നുള്ളത് നമ്മുടെ കൺസേൺ അല്ല, നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരിലും എത്തട്ടെ. അമ്മേനെ കുറിച്ച് ലോകം മുഴുവൻ അമ്മേനെയും ഭഗവാനെയും കുറിച്ച് വാഴ്ത്തും തോറും നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അമ്മ ദേവി വിളിക്കാതെ ഒരാൾക്കും ഈ നടയിലോട്ട് എത്താൻ പറ്റില്ല. വിളിച്ചു കഴിഞ്ഞാലാണെങ്കിലോ, നമസ്തേ അമ്മ, വിളിച്ചു കഴിഞ്ഞാലാണെങ്കിലോ എന്താ പറയുക, ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടാകുന്ന സമയത്തേ നമ്മളിവിടുന്ന് പറഞ്ഞുവിടും. അങ്ങനെ ഒരു കാര്യമുണ്ട്. മൂകാംബിക ദേവിക്കും നമ്മുടെ തിരുപ്പതി ഭഗവാനും, ഇവർ രണ്ടുപേരും വിളിക്കാതെ അവരുടെ നടയിലോട്ട് ഒരിക്കലും നമുക്ക് കാലെടുത്ത് വെക്കാൻ പറ്റില്ല. ഞാൻ തന്നെ 2 ദിവസത്തേക്ക് എന്നുള്ളൊരു പ്ലാനിങ്ങിൽ 2 3 ചുരിദാറോ ആയിട്ട് വന്നതാണ്. പക്ഷെ അമ്മ നീണ്ട ഇത്രയും ദിവസങ്ങൾ നിർത്തി. ഇനി നവരാത്രി കഴിഞ്ഞിട്ടുള്ള യാത്രകൾ, അപ്പോഴേക്കും പിന്നെ ഉടുപ്പിന്നും ശൃംഗേരിയിൽ നിന്നൊക്കെ അമ്മയെ ഭഗവാനെ കാണാനുള്ളൊരു യാത്രയ്ക്കും കൂടെ തയ്യാറായി. എല്ലാ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. ഹരേ കൃഷ്ണ. ഓം ശ്രീ മാത്രേ നമഃ. എല്ലാവരും പറയണം കേട്ടോ. ഓം ശ്രീ മാത്രേ നമഃ.